എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എന്താണെന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുവഴിയാണ് തിരുവാഭരണം പോകുന്നത്. അതായത് അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങൾ, മകരവിളക്കിന് ചാർത്താനുള്ള ആഭരണങ്ങളൊക്കെ നമ്മുടെ ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും സ്വീകരണമൊക്കെ കൊടുക്കും. ഫുഡ്, ആഹാരം. അയ്യപ്പന്മാർ നടന്നു പോകുന്ന ഒത്തിരി അയ്യപ്പന്മാരുണ്ടല്ലോ, ഈ തിരുവാഭരണത്തിൻ്റെ കൂടെയൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇവിടങ്ങളിൽ ഈ പോകുന്ന വഴി എല്ലാം, അതായത് പന്തളത്തു നിന്ന് ശബരിമല എത്തുന്നിടം വരെ ഇങ്ങനെ സ്വീകരണങ്ങളൊക്കെ കൊടുത്ത് ആഹാരങ്ങളും ഇങ്ങനെ പരിപാടികളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ജംഗ്ഷൻ പേരുച്ചാലുണ്ട്. അവിടെ തിരുവാഭരണം താത്തു വെക്കുകയും ചെയ്യും. അവിടെ അന്നദാനവും പരിപാടികളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ കാണുന്നത് ആയിക്കലാണ്. ആയിക്കലെന്ന് വെച്ചാൽ അയ്യപ്പൻ ശബരിമലയ്ക്ക് നടന്നു പോയപ്പം അവിടെ പാറയിൽ വന്നിരുന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു പാറയാണ്, ആയിക്കൽ പാറ എന്ന് പറയും. അവിടെ വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇപ്പോൾ ഒരു മണ്ഡപമൊക്കെ ആക്കിയിട്ട് വിളക്കൊക്കെ വെക്കുന്ന ചെറിയൊരു മണ്ഡപം പോലുണ്ട്. അവിടുത്തെ പരിപാടികളാണ് കാണുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കൊച്ചുങ്ങളുടെ ഡാൻസും ഈ ചേച്ചിമാരുടെയൊക്കെ ഡാൻസ് കണ്ടിട്ടുണ്ടല്ലോ, എന്നാ എനർജിയാണെന്നറിയാമോ. കണ്ട് നമ്മളങ്ങ് നിന്ന് പോകും. അതുപോലത്തെ സൂപ്പർ പരിപാടികളായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി ചെന്നപ്പം. ഞങ്ങളോർത്ത് താമസിച്ചാൽ കുഴപ്പമൊക്കെ ഇല്ലല്ലോ ഓർത്ത് ഞങ്ങൾ കുഞ്ഞിനെയും കണ്ടൊക്കെ നടന്ന് നിന്നപ്പോഴത്തേക്കും ഇത് കുഞ്ഞുങ്ങളുടെ പരിപാടി ലാസ്റ്റായിരുന്നു. എല്ലാം കഴിയാറായിരുന്നു. പക്ഷെ നല്ല പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പുറ്റച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്പാടിക്ക് വേറെ ആരും വേണ്ട. പക്ഷേങ്കിൽ എൻ്റെ ഒരു കണ്ണില്ലെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര ടെൻഷനാണ്. അവൻ നമ്മുടെ കൈ നിൽക്കത്തില്ല. ഞാൻ ഈ കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാം ആരുടെയും കയ്യിൽ നിൽക്കില്ല. മുറുക്ക പിടിച്ചെന്ന് പറഞ്ഞാൽ അവൻ കൈവിട്ടിട്ട് ഓടുകയൊക്കെ ചെയ്യും. അപ്പോൾ റോഡ് സൈഡാണ്, ഫുള്ള് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഞാനിങ്ങനെ അവനെ നോക്കും. അച്ഛൻ്റെ അടുത്ത് നിന്ന് അവൻ മാറത്തില്ല. പക്ഷേങ്കിൽ എന്നാലും അവനെ നോക്കിയിരിക്കുക. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലതായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ആയിക്കലെയാണ് എടുത്തേക്കുന്നത്. ഞങ്ങളുടെ പേരിച്ചാൽ ഞങ്ങളുടെ ബാലഗോകുലം കുഞ്ഞുങ്ങളുടെ മറ്റേ ഇതുണ്ടായിരുന്നു, ഭജനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ആയിക്കലോട്ട് നമ്മൾ പോകുന്നത്, അതായത് കാനനപാതയാണ്. അയ്യപ്പൻ നടന്നു പോയിട്ടുള്ള സ്ഥലമാണ്, പാതയാണ് കാനനപാത. അതെല്ലാം തെളിച്ചൊക്കെ ഇട്ടേക്കാം. അപ്പോൾ ആ പോകുന്ന വഴിയൊക്കെ എല്ലാവരും ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സ്ഥലമാണ് ഇത്. ഇതൊരു ആറിൻ്റെ തീരം കൂടെ. ഇരുട്ടായതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ നല്ല രസമാണ് കാണാൻ. എല്ലാ വർഷവും ഞങ്ങൾ പോകും. കുറച്ച് ദൂരമുണ്ട് ഇങ്ങനെ നടന്നു പോകാൻ. എല്ലാവരും വണ്ടിക്കൊന്നും, എല്ലാവരും നടന്നാണ് പോകുന്നത്. കാരണം അയ്യപ്പൻ നടന്നു പോയ സ്ഥലമല്ലേ, കാനനപാതയല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നൊക്കെ പോകും. കണ്ടോ അമ്പാടിയുടെ ഓട്ടം കണ്ടോ? ഈ ഓട്ടമാണ് എപ്പോഴും ഈ ഓട്ടം. ഇതാണ് ഞങ്ങളുടെ പീരുച്ചാൽ പാലം. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് എന്ത് രസമെന്നറിയാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ വലിയ പാടാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല.